സുഹൃത്തുക്കളെ, ഇന്ന് പ്രധാനമായിട്ടും ജാതി സംവരണവും ജാതി സെൻസസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കേരള സർക്കാരിൻ്റെ ഒരു സ്ഥാപനം തയ്യാറാക്കിയ പാഠപുസ്തകങ്ങൾ ജാതി സംവരണം വർഗീയതയ്ക്ക് വഴിവെക്കും, അതുകൊണ്ട് അതിനെ നിർത്തലാക്കി സാമ്പത്തിക സംവരണം നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചത് വാർത്തയായ 2016 തയ്യാറാക്കിയ പാഠപുസ്തകമാണിതെന്ന് പറയുന്നു. മറ്റു ചില വാർത്തകൾ 2019 പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതിപ്പോൾ 2024. അപ്പോൾ എങ്ങനെയായാലും ഒന്ന്, ഇത്തരത്തിലൊരു പാഠപുസ്തകം എങ്ങനെ തയ്യാറായി എന്നുള്ളതും, രണ്ട്, ഇത്രയും വർഷങ്ങളായിട്ട് അതെന്തുകൊണ്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതുമാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങൾ. കാരണം 2016 ആയാലും 2019 ആയാലും പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിൽ ഭരിച്ചിരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷം എന്ന് പറയുന്നത്, CPM എന്ന് പറയുന്നത്, അവരുടെ അധ്യാപക സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ, ഇവരൊക്കെ എന്ത് കാഴ്ചപ്പാടോടുകൂടിയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്, പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതല്ലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും തലത്തിൽ ഇത് മുൻപേ തന്നെ ശ്രദ്ധയിൽപ്പെടുകയും ചുരുങ്ങിയ പക്ഷം നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് വിരുദ്ധമായൊരു കാര്യം, അവരുടെ നിലപാടെന്ത് തന്നെയായാലും ശരി, നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന ഒരു പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളൊരു ധാരണയിൽ അവർക്ക് എത്തിച്ചേരാവുന്നതായിരുന്നു. പത്രത്തിൽ വാർത്ത വന്നതിന് ശേഷം, കേരള കൗമുദിയിൽ വാർത്ത വന്നതിന് ശേഷം മാത്രം ഇതൊരു ചർച്ചാ വിഷയമാവുകയും ശ്രദ്ധയിൽപ്പെടുകയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഈ സംഘടനകളുടെ, അതിന് നേതൃത്വം കൊടുക്കുന്ന CPM ആയാലും അവരുടെ ബഹുജന സംഘടനകളുടെയും വർഗജാതി താല്പര്യത്തെയാണ് അത് വ്യക്തമാക്കി തരുന്നത്. സംവരണ വിഷയത്തിൽ അതൊരു അത്ഭുതകരമായ കാര്യമല്ല. കാരണം ഒന്നാമത്തെ മന്ത്രിസഭ മുതൽ EMSൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ആദ്യത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒന്നാമത്തെ മന്ത്രിസഭ മുതൽ സംവരണത്തിൻ്റെ, ജാതി സംവരണത്തിനെ ദുർബലപ്പെടുത്താനോ നിഷേധിക്കാനോ അതിന് പകരം സാമ്പത്തിക സംവരണത്തിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ വളരെ ബോധപൂർവ്വം നടന്നിട്ടുണ്ട്. EMS അധ്യക്ഷനായിട്ടുള്ള ഭരണ പരിഷ്കാര സമിതി വളരെ കൃത്യമായിട്ട് അത്തരം നിർദ്ദേശം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് P. ഗംഗാധരനെ പോലുള്ള സഖാക്കൾ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും നിലപാടെടുക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് സർക്കാർ നയമായിട്ട് ഇത് മാറാതിരുന്നത്. ആ നിലപാട് EMSനോടൊപ്പം നിന്നിരുന്നവരും എക്കാലത്തും തുടർന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. മണ്ഡൽ കമ്മീഷൻ്റെ ഘട്ടത്തിലായാലും കൊള്ളാം, അതിന് ശേഷമായാലും ശരി, എപ്പോഴും ഈ പറയുന്ന സാമ്പത്തിക സംവരണ നിലപാടുകളെ, ക്രീമി ലെയർ വിഷയത്തിലും എല്ലാം തന്നെ അവർ ആവർത്തിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പിണറായി സർക്കാർ മുന്നോക്ക സംവരണം തിരക്കിട്ട് നടപ്പാക്കിയതിൽ നമ്മളത് കണ്ടതാണ്. മറ്റാരും തന്നെ ചെയ്യുന്നതിന് മുമ്പ് യാതൊരു വിധത്തിലുള്ള പരിശോധനയോ വസ്തുതകളോ കണക്കിലെടുക്കാതെ തിരക്കിട്ടായിരുന്നു നടപ്പാക്കിയത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടർ എന്തുകൊണ്ടാണ് ജാതി സംവരണത്തെ, ജാതി സെൻസസിനെ, സർവേയെ എതിർക്കുന്നത്? അതിനവർ പറയുന്ന കാരണം, സെൻസസ് കേന്ദ്ര സർക്കാരാണ് നടത്തേണ്ടത്, സംസ്ഥാന സർക്കാരുകളല്ല. അപ്പോൾ അതുകൊണ്ട് കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ബീഹാറിലെ ജാതി സെൻസസിനെ തടയാനായി കേന്ദ്ര സർക്കാർ ഇതേ വാദഗതികളാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. BJP സർക്കാർ ഇതേ വാദഗതികളാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ അതിനെ മറികടക്കാനായിട്ട് അവർ ചെയ്തൊരു വളരെ എളുപ്പമൊരു വിദ്യയായിരുന്നു. ഞങ്ങൾ സെൻസസ് അല്ല നടപ്പാക്കുന്നത്, സർവേയാണ് നടപ്പാക്കണമെന്ന് പ്രഖ്യാപിച്ചു. കർണാടകത്തിലും ഇപ്പോൾ ഇന്ന് അവിടെ നടത്തിയിരിക്കുന്ന സർവേയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അവിടെയും അവരത് സർവേ എന്നാണ് പറയുന്നത്, സെൻസസ് എന്ന് പറയുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ ഈ രീതിയിൽ ഇവിടെയും അത് സർവേ എന്ന് പറഞ്ഞ് നടപ്പാക്കാവുന്നതാണ്. അതെന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ബീഹാർ സർവേയുടെ, ജാതി സർവേയുടെ
ഫലം എന്ത് എന്നുള്ളതിനെക്കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പലപ്പോഴും പത്രങ്ങളിൽ വന്ന വാർത്തയാണ്, അപ്പോൾ അതുകൊണ്ട് വളരെ വിശദമായിട്ട് അതിലേക്ക് കിടക്കുന്നില്ല. എന്നില്ലെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഏറ്റവും മുഖ്യമായ കാര്യം, സവർണരെന്ന് പറയുന്ന വിഭാഗം മൊത്തം ജനസംഖ്യയിൽ വെറും 15% മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആ സർവേ എടുത്തു കാട്ടിയത്. അപ്പോൾ ഈ 15% ഇവിടുത്തെ ഉദ്യോഗങ്ങളിൽ, അതുപോലെ തന്നെ സമ്പത്തിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, അങ്ങനെ എല്ലാ മേഖലകളിലും ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നത്. 50% സംവരണം എന്ന് പറഞ്ഞ് പരിമിതപ്പെടുത്തി നിർത്തുമ്പോൾ വാസ്തവത്തിൽ ബാക്കി വരുന്ന 50% ഈ 15% മാത്രമായിട്ട് സംവരണം ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഈ വസ്തുതകളാണ് ആ സർവേയിലൂടെ പുറത്തു കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ ആ സർവേ വെറും ജാതികളുടെ കണക്കെടുപ്പ് മാത്രമല്ല നടത്തിയത്, എണ്ണം എടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവരുടെയൊക്കെ തന്നെ സാമ്പത്തിക നിലയെക്കുറിച്ചും അത് ചില വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അതിൽ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏതാണ്ട് 35% കുടുംബങ്ങളും മാസം 6000-ൽ താഴെയാണ് അവരുടെ വരുമാനം. അപ്പോൾ 6000-ൽ താഴെ മാസവരുമാനം എന്ന് പറയുമ്പോൾ ഒരു ദിവസം ശരാശരി വരുമാനം എന്ന് പറഞ്ഞാൽ 200 രൂപയാവും. ഒരു 5-അംഗ കുടുംബമാണെന്ന് നമ്മൾ കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ 200 രൂപ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ശരാശരി ഒരു ദിവസം 40 രൂപയാണ് ഉണ്ടാവുക. അപ്പോൾ ആ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ നമുക്ക് എന്താണ്ട് ഏതൊക്കെ നമുക്ക് ഊഹിക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബാധകമാണ്. പക്ഷേ വീണ്ടും ആ സർവേ കൃത്യമായിട്ടെടുത്ത് കാണിക്കുന്ന അതിൻ്റെ ജാതീയമായ തലങ്ങളാണ്. അത് വെറും ഒരു വർഗപരമായൊരു പ്രശ്നമല്ല, അതിൻ്റെ ജാതീയമായിട്ടുള്ള തലങ്ങളുണ്ട്. 43% ദളിതർ, 43% ആദിവാസികൾ, 34% അങ്ങേയറ്റം പിന്നോക്കമായിട്ടുള്ള വിഭാഗങ്ങൾ, 33% മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ. ഇവരിൽ അതാണ് ദാരിദ്ര്യത്തിൻ്റെ കണക്ക് വരുന്നത്. ഇത് പറയുമ്പോൾ ഈ പറയുന്ന ജാതികളൊക്കെ തന്നെ, മർദ്ദിത ജാതികളിലെല്ലാം തന്നെ ഗണ്യമായൊരു വിഭാഗം ദരിദ്രരാണ്. സവർണർക്കിടയിലും ദരിദ്രരുണ്ടെന്ന് അത് കാണിക്കുന്നുണ്ട്. 25%-ഓളം സവർണരും ദരിദ്രരാണ്. കാരണം തീർച്ചയായിട്ടും ഇവിടെ കൊളോണിയൽ കാലഘട്ടം മുതൽ നടന്നിരിക്കുന്ന സാമ്പത്തിക പരിവർത്തനങ്ങളുടെയൊക്കെ ഫലമായി സവർണരിൽ വലിയൊരു വിഭാഗം സാമ്പത്തികമായിട്ട് തകർന്ന് ദരിദ്രരായിട്ടുണ്ട്. ഇത് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കർഷക തൊഴിലാളികളുടെ കണക്കെടുപ്പ് നടത്തിക്കഴിഞ്ഞാൽ അതിൽ നാട്ടുപുറത്തുള്ള കൂലിവേലക്കാരുടെ കണക്ക്, കർഷക തൊഴിലാളികളെന്നല്ല, നാട്ടുപുറത്തുള്ള കൂലിവേലക്കാരുടെ പരിശോധിച്ച് കഴിഞ്ഞാൽ, ജാതീയമായി പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഒറ്റയ്ക്കെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം വരുന്നത് ദളിതരാണെങ്കിലും അല്ലെങ്കിൽ ആദിവാസി മേഖലയിലുള്ള ആദിവാസികളാണെങ്കിലും ഇന്ന് അവരല്ല ഈ പറയുന്ന കൂലിവേലക്കാരിൽ ഒരൊറ്റ വിഭാഗം ഭൂരിപക്ഷം. നേരെ മറിച്ച് മറ്റ് ജാതികളെല്ലാം കൂടി ചേർന്നാണ് ഭൂരിപക്ഷം വരുന്നത്. കാരണം ഈ പറയുന്ന സവർണർക്കിടയിലും അതുപോലെ തന്നെ മറ്റ് പിന്നോക്ക ജാതികൾക്കിടയിലും വിവിധ മതങ്ങളിൽപ്പെട്ടവർക്കിടയിലൊക്കെ തന്നെ വലിയ സാമ്പത്തിക തകർച്ചയുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ തന്നെയും ഈ പറയുന്ന കണക്കുകൾ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്, ദാരിദ്ര്യത്തിൻ്റെ ഒരു ജാതീയമായ തലമാണത്. അതായത് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ദളിത് ജാതികളിൽപ്പെട്ട 43% എന്ന് പറയുമ്പോൾ ഏതാണ്ട് പകുതിയായി എന്ന് പറയുമ്പോൾ പകുതിയോളം ആൾക്കാർ ദരിദ്രരാകാനുള്ള സാധ്യതയാണ് അവിടെ കൂടുതൽ നിൽക്കുന്നത്. മറിച്ചത് സവർണർക്കിടയിൽ വരുമ്പോൾ 25% മാറുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഒരു ജാതീയമായ വേർതിരിവാണ് നമ്മളവിടെ കാണുന്നത്. സമ്പത്തിൻ്റെ കാര്യത്തിലും ഈ ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ അവിടെ കണക്കിലെടുപ്പിൽ പറയുന്നുണ്ട്. സമ്പന്നരായിട്ട് അത് കണക്കിലെടുത്തിരിക്കുന്നത് മാസം 50,000-ലേറെ വരുമാനമുള്ള ആൾക്കാരെയാണ്, കുടുംബങ്ങളെയാണ്. അത് മൊത്തം കുടുംബങ്ങളിൽ 4% മാത്രമേ ഉള്ളൂ ബീഹാറിൽ. സവർണറിൽ ഏതാണ്ട് 10% ഈ പറയുന്ന വിഭാഗത്തിൽ പെടുമ്പോൾ ദളിതരിൽ അത് വെറും 1.7, 2% താഴെയാണ്. അപ്പോൾ സമ്പത്തിൻ്റെ കാര്യത്തിലും കൃത്യമായിട്ടും ആ ജാതീയ വേർതിരിവാണ് അവിടെ സർവേ എടുത്ത് കാട്ടിയത്. ഇനി തൊഴിലിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ സർക്കാർ ജോലി വെറും 1.57, 2% താഴെ മാത്രമാണ് സർക്കാർ ജോലിയുള്ളത്. 3.5% ഏതാണ്ട് 3.5% സ്വകാര്യ മേഖലയിലുള്ളത്. അപ്പോൾ ഇതിൽ എന്ന് വെച്ചാൽ വളരെ പരിമിതമായ തോതിൽ മാത്രമാണ് സർക്കാർ ജോലി അവിടെ ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ നോക്കുക, 3.19% സവർണർക്ക് സർക്കാർ ജോലിയുള്ളപ്പോൾ
ദളിതർക്കിടയിൽ അത് വെറും 1.37%, ആദിവാസികൾക്കിടയിൽ 1.13%, അങ്ങേയറ്റം പിന്നോക്ക ജാതികൾക്കിടയിൽ 0.98%. ഇപ്പോൾ വളരെ പ്രകടമായിട്ടും ജനസംഖ്യയിൽ വെറും 15% വരുന്ന സവർണറിൽ 3.19% സർക്കാർ ജോലിയുണ്ട്. അതേസമയം തന്നെ ജനസംഖ്യയിൽ 25% മറ്റും ഒക്കെ വരുന്ന ദളിത്, ആദിവാസി, അതുപോലെ പിന്നോക്ക ജാതികളൊക്കെ പറയുന്ന വിഭാഗങ്ങൾക്കിടയിൽ അതിൻ്റെ പകുതി പോലും വരുന്നില്ല. അപ്പോൾ അവസരങ്ങളുടെ കാര്യത്തിൽ വീണ്ടും ഈ പറയുന്ന ജാതിയുടെ പങ്കാണ് നമുക്ക് കാണാൻ പറ്റുക. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും വെറും 6.47% മാത്രമാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുന്നത്, ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നവരുള്ളത്. എന്നുവെച്ചാൽ വളരെ വിദ്യാഭ്യാസപരമായിട്ട് വളരെ പിന്നാക്കം നിൽക്കുന്നൊരു സംസ്ഥാനമാണ് ബീഹാർ. പക്ഷേ ഈ ഗ്രാജുവേറ്റുകൾക്കിടയിൽ 14.54% സവർണരാണ്. മറിച്ച് അത് ദളിതരുടെ കാര്യത്തിൽ വരുമ്പോൾ 3.12%, ആദിവാസികളുടെ കാര്യത്തിൽ വരുമ്പോൾ 3.53%. ഇപ്പോൾ സംവരണമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത് അവരുടെ വളരെ വളരെ ചെറിയൊരു ന്യൂനപക്ഷത്തിന് മാത്രമേ ഉപകരിച്ചിട്ടുള്ളൂ എന്നുള്ളത് നേരെ മറിച്ച് ഇപ്പോഴവിടെയും സവർണർക്ക് തന്നെയാണ് ആധിപത്യമുള്ളത് എന്നുള്ളതാണ് ഈ കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിലായാലും കൊള്ളാം, സമ്പത്തിൻ്റെ കാര്യത്തിലായാലും കൊള്ളാം, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ശരി, തൊഴിലിൻ്റെ കാര്യത്തിലായാലും ശരി, ഇതിലെല്ലാം തന്നെ ഇപ്പോഴും തുടരുന്ന ജാതീയമായിട്ടുള്ള വിവേചനങ്ങൾ, അന്തരങ്ങളാണ് ആ സർവേ എടുത്ത് കാട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വെളിച്ചത്തിൽ നിലനിൽക്കുന്ന ജാതി സംവരണ കോട്ടകളിൽ ഭേദഗതി വരുത്താനായിട്ട് ബീഹാർ സർക്കാരിന് അതൊരു സാഹചര്യം ഒരുക്കി കൊടുത്തു. അതിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ ഒരു ഭേദഗതി അവർ കൊണ്ടുവരികയും നേരത്തെ ദളിതർക്ക് 16% സംവരണത്തിന് 20% ഉയർത്തുകയും ആദിവാസികളുടെ 1 നിന്ന് 2%, പിന്നോക്ക ജാതികളുടെ 12 നിന്ന് 18, അങ്ങേയറ്റം പിന്നോക്കം നിൽക്കുന്ന ജാതികൾക്ക്, മറ്റേ പിന്നാക്ക ജാതികൾക്ക് 18 നിന്ന് 25 സംവരണ തോത് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഇപ്പോൾ സംവരണം അവിടെ 75%, 10% സവർണർക്കുള്ള പുതുതായിട്ട് നടപ്പാക്കിയ സംവരണം ഉൾപ്പെടെ. അപ്പോൾ ചുരുക്കത്തിൽ യഥാർത്ഥത്തിലുള്ളൊരവസ്ഥ ഒന്ന് അതെടുത്ത് കാട്ടുന്നു. ഈ പറയുന്ന ഇത്രയധികം വർഷങ്ങൾക്ക് ശേഷം ഇത്രയധികം സംവരണമൊക്കെ നടപ്പാക്കി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ അവകാശവാദങ്ങളൊക്കെ പുറപ്പെടുവിച്ചതിന് ശേഷം, ഭൂപരിഷ്കരണം നടപ്പാക്കി എന്നൊക്കെയുള്ള പലതരത്തിലുള്ള അവകാശവാദങ്ങളുടെയൊക്കെ ശേഷം ഇന്നും നിൽക്കുന്ന ജാതീയമായിട്ടുള്ള വിവേചനങ്ങളുടെയും അന്തരങ്ങളുടെയും കടുത്ത ചിത്രമാണ് ആ സർവേ എടുത്ത് കാട്ടിയത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഇത്തരത്തിൽ ചില സംവരണ നീക്കങ്ങൾ നടത്താനായിട്ടൊരു ബാധ്യസ്ഥമാവുന്നുണ്ട്. അതവർ ചെയ്ത് അവരുടെ താല്പര്യങ്ങളും സാമൂഹിക താല്പര്യങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ അതിൻ്റെ പുറകിലുണ്ടെങ്കിലും അതിനൊരു സാഹചര്യം അത് ഒരുക്കിയെന്നുള്ളത് കാണാൻ പറ്റും. ഇതിൻ്റെ വെളിച്ചത്തിൽ ചിന്തിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം, കമ്മ്യൂണിസ്റ്റാണെന്ന് അവകാശപ്പെടുന്നൊരു വിഭാഗം, തങ്ങൾ ദരിദ്രരുടെ തൊഴിലാളികളുടെ പാർട്ടിയാണെന്ന് പറയുന്നൊരു വിഭാഗം ഇങ്ങനെ ഒരു സർവേ നടത്താനായിട്ട് മടിച്ചു നിൽക്കുന്നത്, പരമാവധി അത് ഒഴിവാക്കാൻ നോക്കുന്നത് എന്തിനാണ്? കേരളത്തിലും ഇത് ഒരു ജാതി സർവേ നടപ്പാക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും ഏറെക്കുറെ ഇതുപോലുള്ളൊരു ചിത്രമായിരിക്കും വരാൻ പോകുന്നത്. കുറേ വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും, കാരണം ബീഹാറിനെ അപേക്ഷിച്ചുള്ള ദാരിദ്ര്യമല്ല കേരളത്തിൽ നിൽക്കുന്നത്, അതിന് കുറേ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്നാൽ തന്നെയും വിവിധ ജാതികളുടെ സാമ്പത്തിക നില, മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലെ കടുത്ത അന്തരങ്ങൾ പ്രകടമാകുന്നത് ഉറപ്പാണ്. കാരണം ഇതിൻ്റെ ഇടയിൽ ഒരു സർക്കാരിൻ്റെ നേതൃത്വത്തിലൊരു ജാതി സർവേ നടപ്പാക്കിയിട്ടില്ലെങ്കിലും പല ഘട്ടങ്ങളിലായിട്ട് വേറെ ചില സർവേകൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഏത് വർഷത്തിലേക്ക് 1980-കളിലോ മറ്റോ ആണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു സർവേ നടത്തിയിരുന്നു. ആ സർവേയിൽ വളരെ കൃത്യമായിട്ടും സവർണർ, അതിൽ തന്നെ സവർണ ക്രിസ്ത്യാനികൾ, സവർണ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ആദിവാസികൾ, ദളിതർ, പിന്നാക്ക ജാതികൾ എന്നീ വിഭാഗങ്ങളെ വേർതിരിച്ചിട്ട് തന്നെ സാമ്പത്തിക നില, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വസ്തുതകൾ കുറേയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലുള്ള സംഘടന വളരെ വലിയൊരു സംഘടനയാണ്, അതിനാശ്രയിക്കാവുന്ന അംഗബലം വളരെ വിപുലമാണ്. എന്നാൽ തന്നെയും ഒരു സർക്കാർ തലത്തിൽ നടത്തുന്ന ഒരു സർവേയുടെ അത്ര തന്നെ വിപുലതയോടുകൂടിയോ അല്ലെങ്കിൽ അത്ര തന്നെ ആൾബലത്തോടുകൂടിയോ അതിന് തീർച്ചയായിട്ടും കഴിയില്ല. അതിൻ്റെ സാമ്പിളുകൾക്കത് താരതമ്യേന ചെറുതായിരിക്കും, ആധികാരികതയും അത്ര തന്നെ ഉണ്ടാവില്ല. എന്നാൽ തന്നെയും ഏറെക്കുറെ ഒരു ചിത്രം അതിന് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അന്നത്തെ ആ കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ കേരളത്തിലെ അതിദരിദ്രരുടെ കൂട്ടത്തിൽ ദളിതരും ആദിവാസികളും മാത്രമല്ല മുസ്ലിങ്ങളും ഉൾപ്പെട്ടിരുന്നു.
കാരണം കേരളത്തിൽ മുസ്ലിം ജനസംഖ്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് വലിയൊരു ഭാഗം ചേരികളിലാണ് താമസിക്കുന്നത്. കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും കോഴിക്കോടെയും ചേരികളിലാണ് മുസ്ലിം ജനസംഖ്യയിൽ വലിയൊരു ഭാഗം താമസിക്കുന്നത്, ദരിദ്രരായതുകൊണ്ട് തന്നെ. പിന്നീട് ഗൾഫും മറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ കുറച്ചൊക്കെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരുടെ കൂട്ടത്തിൽ തന്നെങ്കിലും പൊതുവിൽ ആ വിഭാഗം ഇപ്പോഴും ദരിദ്രർ തന്നെയാണ്, തിങ്ങിപ്പാർക്കുന്ന ചെറിയ ചെറിയ ഇടങ്ങളിലായിട്ട്. കാരണം അവിടെ അവരുടെ വരുമാനം വെച്ചിട്ട് അവർക്ക് ഒരിക്കലും അതിനപ്പുറം കടന്നു പോകാൻ കഴിയില്ല. അപ്പോൾ ഇത് അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് സർവേയിൽ തന്നെ വന്ന കാര്യങ്ങളാണ്. ദളിതരുടെയും ആദിവാസികളുടെയും പിന്നോക്കാവസ്ഥ, ദരിദ്രാവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ അതേപോലെ തന്നെ സംബന്ധത്തിന് മേലുള്ള സവർണ ക്രിസ്ത്യാനികളുടെയും സവർണ ഹിന്ദുക്കളുടെയൊക്കെ തന്നെ കുത്തക അത് എടുത്തു കാട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ഈ ഇങ്ങനെ ഒരു സർവേ അവർ നടത്തുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഞെട്ടിക്കുന്ന അവസ്ഥ അത് തുറന്നു കാട്ടുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണത് പരമാവധി അവർ ഒഴിവാക്കാൻ നോക്കുന്നത്. ഇതിൻ്റെ വേറൊരു തലവും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ജാതി സർവേ നടപ്പാക്കാതിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം പാഠപുസ്തകത്തിൻ്റെ കാര്യത്തിലായാലും കൊള്ളാം, അല്ലെങ്കിൽ ശബരിമല വിഷയത്തിലായാലും കൊള്ളാം, അതല്ല ഇപ്പോൾ മേൽശാന്തിയുടെ ഗുരുവായൂരോ ഇവിടെ കണ്ടോ മേൽശാന്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മേൽശാന്തി പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ മേൽശാന്തികളെ നിയമിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചുള്ള കേസിൻ്റെ കാര്യത്തിലായാലും കൊള്ളാം. അങ്ങനെ ഓരോരോ വിഷയങ്ങൾ എടുത്ത് നോക്കി ഇപ്പോഴത്തെ ജാതി സർവേയുടെ പ്രശ്നത്തിലൊക്കെ തന്നെ ഈ സവർണ പക്ഷപാതിത്വം. അപ്പോൾ ഈ സവർണ പക്ഷപാതിത്വം മനസ്സിലാക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിട്ടത് ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പാർലമെൻ്ററി വ്യവസ്ഥയുടെ സ്വഭാവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്. ഇതിനെക്കുറിച്ച് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. അതായത് ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ള സമ്പ്രദായം ഇവിടെ നടപ്പാക്കും, അതായത് ജാതിജടിലമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ നടപ്പാക്കുമ്പോൾ അത് രാഷ്ട്രീയ ഭൂരിപക്ഷങ്ങൾക്കല്ല വഴിവെക്കുക, നേരെ മറിച്ച് സാമുദായിക ഭൂരിപക്ഷങ്ങളാണ് സൃഷ്ടിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ രാഷ്ട്രീയ ഭൂരിപക്ഷം സാമുദായിക ഭൂരിപക്ഷം എന്ന് വേർതിരിച്ച് ഡോക്ടർ അംബേദ്കർ പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കിയത് രാഷ്ട്രീയ ഭൂരിപക്ഷം ഡോക്ടർ അംബേദ്കറുടെ അഭിപ്രായത്തിൽ മാറ്റാവുന്ന ഭൂരിപക്ഷങ്ങളാണ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പാർട്ടി, ഒരു രാഷ്ട്രീയ നിലപാടുള്ളൊരു പാർട്ടി തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി ജയിക്കുന്നു, അവർ സർക്കാർ രൂപീകരിക്കുന്നു. മറ്റൊരു തെരഞ്ഞെടുപ്പിൽ വേറൊരു രാഷ്ട്രീയ നിലപാടുള്ള പാർട്ടി, വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുള്ളൊരു പാർട്ടി തിരഞ്ഞെടുക്കപ്പെടുന്നു, അവർ അധികാരത്തിൽ വരുന്നു. ഇതാണ് രാഷ്ട്രീയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞത്. സാമുദായിക ഭൂരിപക്ഷം എന്ന് പറയുന്നത് മാറ്റമില്ലാതെ വരുന്നതാണ്. അതായത് നിശ്ചിത സമുദായങ്ങൾ, നിശ്ചിത ജാതികളിലെ അംഗങ്ങൾ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും അവരവിടെ ഉണ്ടായിരിക്കും, അതിൽ മാറ്റമില്ല. അതൊരു സ്ഥിരമായിട്ടൊരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സവർണ ആധിപത്യമാണ്. ഇതാണ് ഡോക്ടർ അംബേദ്കർ അവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം. അത് വളരെ വസ്തുതാപരമാണ്. നമ്മളുടെ ലോക്സഭയുടെ അംഗസംഖ്യ അതിൻ്റെ സാമുദായികമായിട്ടുള്ള വേർതിരിവെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒന്നാം ലോകസഭ മുതൽ ഏറ്റവും ഒടുവിലത്തെ ലോക്സഭ വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും അതിൽ സവർണാധിപത്യം ഒരു മാറ്റവുമില്ലാതെ തുടർന്ന് നമുക്ക് കാണാൻ കഴിയും. അത് കേരളത്തിൽ വരുമ്പോഴും ആ കാര്യം തന്നെ നമ്മൾ കാണാൻ പറ്റും. അസംബ്ലിയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ തന്നെയും കാണാൻ പറ്റുന്നതാണ്. മന്ത്രിസഭയിൽ നോക്കിക്കഴിഞ്ഞാൽ അംഗസംഖ്യയിൽ അപേക്ഷിച്ച് എത്രയോ അധികമാണ് സവർണരുടെ സാന്നിധ്യമുള്ളത്. ഹിന്ദു ക്രിസ്ത്യൻ എല്ലാം കൂടി ചേർന്നിട്ടുള്ള സവർണരുടെ സാന്നിധ്യം അവരുടെ അംഗസംഖ്യ ജനസംഖ്യാപരമായിട്ടുള്ള അംഗസംഖ്യയെക്കാളും വളരെയധികം തന്നെയാണ്. അപ്പോൾ ഈ സാഹചര്യം, ഈ സവർണാധിപത്യത്തിൻ്റെ തുടർച്ച എന്തുകൊണ്ടാണ് ഞാനീ പറഞ്ഞ പോലെ ഇടതുപക്ഷം, CPM, കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ അവകാശപ്പെടുന്ന പാർട്ടികൾ അതിനെ മറികടക്കാൻ ശ്രമിക്കാത്തത്? അത് ഇവിടുത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ EMSൻ്റെ കാലം മുതൽ തന്നെ അവർ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രവുമായി ബന്ധപ്പെട്ട് അവരുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ളൊരു വിലയിരുത്തലും തന്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പാർട്ടികളുടെ സാമൂഹ്യ അടിത്തറയെ സംബന്ധിച്ചിടത്തോളം ദളിതർ, ആദിവാസികൾ, അതുപോലെ തന്നെ പിന്നോക്ക ജാതികളാണ് പൊതുവിൽ ഇവരുടെ സാമൂഹ്യ അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാമൂഹ്യ അടിത്തറ ഏറെക്കുറെ അതിൻ്റെ വോട്ട് അവർക്ക് ലഭിക്കുമെന്നവർക്ക് ഉറപ്പുണ്ട്. ഏറെക്കുറെ, കൃത്യമായിട്ട് എല്ലാം തന്നെയല്ല, ഏറെക്കുറെ അവർക്ക് കിട്ടുമെന്നുള്ള ഉറപ്പുണ്ട്. അപ്പോൾ അതേസമയം തന്നെ പിന്നെ ഏത് വിഭാഗത്തു നിന്നാണ് വോട്ടുകൾ കണ്ടെത്തേണ്ടത്? പിന്നെയുള്ളത് സവർണ ഹിന്ദുക്കളുണ്ട് ഒരു വശത്ത്, മറുവശത്ത് സവർണ ക്രിസ്ത്യാനികളുണ്ട്, പിന്നെ മുസ്ലിങ്ങളുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ സവർണ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ മുസ്ലിങ്ങളും കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള അവരുടേതായിട്ടുള്ള പാർട്ടികളും മറ്റുമൊക്കെ രൂപം കൊടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളാണ്. അതിൽ സവർണ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സാണ് അവരുടെ
ഒരു പാർട്ടി. മറ്റൊന്ന് പിന്നെ കേരള കോൺഗ്രസ് ഇടക്കാലത്ത് അവർ രൂപീകരിക്കുകയും അത് കുറേ കാലം അവരുടെ പ്രാതിനിധ്യമായിട്ട് നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗാണ് ആ പങ്ക് വഹിച്ചിരുന്നത്. അപ്പോൾ ഇവരിൽ നിന്ന് എപ്പോഴെങ്കിലും മാത്രമേ അവരായിട്ട് ഐക്യമുന്നണി ഉണ്ടാക്കാനുള്ള സാധ്യതയൊക്കെ ഉയർന്നു വരുന്നുള്ളൂ. അവർക്കിടയിൽ പിളർപ്പുണ്ടാക്കാൻ നോക്കിയാലും ആ പിളർപ്പിൽ നിന്നും വളരെ കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ സവർണ ഹിന്ദുക്കളിലെ ചാഞ്ചാടി നിൽക്കുന്ന വോട്ടുകൾ, കൃത്യമായിട്ടൊരു പക്ഷം പിടിക്കാതെ നിൽക്കുന്ന വോട്ടുകളെ എങ്ങനെ നേടിയെടുക്കാം, ഇതാണ് നീണ്ട കാലമായിട്ട് EMSൻ്റെ ബുദ്ധിയിൽ ഉദിച്ചതും പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ സ്ഥിരം തെരഞ്ഞെടുപ്പ് അടവ് തന്ത്രവുമായിട്ട് മാറിയിരിക്കുകയും ചെയ്തിരിക്കുന്ന കാര്യം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരുടെ സവർണ പക്ഷപാതിത്വം തുടരുന്നത്. അപ്പോൾ എങ്ങനെയാണ് തിരുത്തൽവാദം വീണ്ടും വീണ്ടും ഈ സവർണാധിപത്യത്തിനെ സേവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും തിരിച്ച് സവർണാധിപത്യം തിരുത്തൽവാദത്തിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതുമാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. കാരണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ തലത്തിലാണ് ഈ ഒരു യുക്തിക്ക് അർത്ഥമുള്ളൂ. മറിച്ച് വിപ്ലവകരമായൊരു രാഷ്ട്രീയത്തിൻ്റെ നിലപാടാണ് അവർക്കുണ്ടായിരുന്നതെങ്കിലോ, നേരത്തെ ഞാൻ പറഞ്ഞ ദളിത്, ആദിവാസി, അതുപോലെ പിന്നോക്ക ജാതികൾ അവരുടെ സാമൂഹ്യ അടുത്തരായി മാറിയത് എന്തുകൊണ്ടാണ്? ഒരു കാലത്ത് ഈ പാർട്ടി വർഗസമരത്തിൻ്റെ ഒരു പാർട്ടിയായിരുന്നു. വർഗസമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജനവിഭാഗങ്ങൾക്കിടയിൽ അതിനെ അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്, സ്വീകാര്യത ഉണ്ടായത്. അപ്പോൾ ആ ഒരു ദിശയിൽ അവർ തുടരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സവർണർക്കിടയിലും വർഗപരമായ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട്. ധാരാളം ആൾക്കാർ അവർക്കിടയിൽ നിന്ന് ദരിദ്രരായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടൊരു വർഗ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മൗലികമായ സാമൂഹ്യ മാറ്റത്തിന് നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ വിപുലമായൊരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാനും മുന്നേറാനും അവർ കഴിയുമായിരുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അത് കഴിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അങ്ങനെ മൗലികമായ സാമൂഹ്യ മാറ്റത്തിന് നിലപാടുകൾ അവർക്ക് പിന്തുടരാൻ കഴിയില്ല. അസാധ്യമായൊരു കാര്യമാണ്. ഈ ഭരണഘടനയ്ക്കകത്ത് ഒതുങ്ങി നിന്നിട്ടേ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ തെലങ്കാന സമരത്തെ വഞ്ചിച്ചുകൊണ്ട്, വിപ്ലവകരമായ പാതയെ വഞ്ചിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പാതയിലേക്ക് അവർ തിരിഞ്ഞതോടുകൂടി പിന്നെ വരുന്നത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൻ്റെ അടവും തന്ത്രമൊക്കെ തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ സവർണ പക്ഷപാതത്തിലേക്ക്, അതാണ് അവരുടെ എന്താ പറയുക മുന്നോട്ടുള്ള അവർക്ക് വിജയം ഉറപ്പ് വരുത്താൻ കഴിയുന്ന ഒരു കാര്യമായിട്ട് അവർ കാണുന്നത്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ ഈ വിവിധ മുന്നണികൾ തമ്മിൽ ഉള്ള അന്തരം നോക്കിക്കഴിഞ്ഞാൽ വോട്ടിംഗ് ശതമാനത്തിൽ ചെറിയ മാറ്റങ്ങളാണ് വിജയവും പരാജയവും നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഈ ചാഞ്ചാടി നിൽക്കുന്ന വോട്ടുകളെ എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് വിജയം ഉറപ്പിക്കാൻ കഴിയും എന്നൊരു യാഥാർത്ഥ്യം ഇവിടെ ഉണ്ട്. ആ കണക്ക് യാഥാർത്ഥ്യത്തിൻ്റെയും കൂടി പ്രതിഫലനമാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ വിഷയം. അപ്പോൾ ഇവിടെ ഈ സവർണ പക്ഷപാതിത്വം അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതെങ്ങനെയാണ് വാസ്തവത്തിൽ പഴയ ജാതി ജന്മിത്വത്തിൻ്റെ നിലപാടുകളെയും രീതികളെയും ഒക്കെ തന്നെ പുനരാവിഷ്കരിക്കുന്നതെന്നും കൂടി നോക്കാം. ഈ സമീപകാലത്ത് ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായിട്ട് ഏതോ ഒരുത്തൻ രാജാവാണെന്നും പറഞ്ഞിട്ട് രാജകുമാരനെന്നും പറഞ്ഞ് അവകാശപ്പെട്ടുകൊണ്ട് ജീപ്പിൽ കയറി ഞെളിഞ്ഞിട്ട് പ്രദർശനത്തിന് എത്തിയ കാര്യമൊക്കെ വലിയ വാർത്തയായിരുന്നല്ലോ. എന്തുകൊണ്ടാണത് കഴിയുന്നത്? ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരുത്തനിങ്ങനെ രാജാവായിട്ട് ചമയാൻ എന്തുകൊണ്ടാണ് കഴിയുന്നത്? വലിയ അത്ഭുതപ്പെടുകയൊന്നും വേണ്ട. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏതോ ഒരു സർക്കാർ നടത്തുന്നൊരു പരിപാടിയിൽ അവിടുത്തെ ഏതൊരു സ്ത്രീ, സ്വയം തമ്പുരാട്ടിയാണെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സ്ത്രീ, അവരെ മുഖ്യാതിഥിയായിട്ട് ക്ഷണിക്കുകയും അവരെ ഈ പറയുന്ന രീതിയിൽ തമ്പുരാട്ടി എന്ന് പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങൾ കൊണ്ട് മൂടുകയും ചെയ്ത ഒരു ക്ഷണപത്രത്തിൻ്റെ വിവരം പത്രങ്ങളിലൊക്കെ വലിയ വിവാദമായി വന്ന് നമ്മൾ ഓർക്കുന്നുണ്ടാവും. അത് പിന്നെ ഒച്ചപ്പാടും ബഹളമായപ്പോൾ പിന്നെ അത് പിൻവലിച്ചു. അങ്ങനെയല്ല ഉദ്ദേശിച്ച സർക്കാരിൻ്റെ നിലപാടല്ല, ആനയല്ല തേങ്ങയല്ല എന്ന് പറഞ്ഞ് അത് മാറ്റിയവർ. പക്ഷെ ഞാൻ അവിടെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ കീഴിലുള്ളൊരു ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്യാനായിട്ടുള്ള മാനസികാവസ്ഥ ഉണ്ടാവുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അബദ്ധ ചിന്തയിൽ നിന്നിട്ടാണ് വന്നതെന്ന് നമ്മൾ ധരിക്കുകയാണെങ്കിൽ തന്നെയും അങ്ങനെ ഒരു അബദ്ധ ചിന്തയിലൊരു ക്ഷണപത്രം തയ്യാറാക്കാനും അത് അച്ചടിക്കാനും അവിടെ വരെയും കാര്യങ്ങൾ എത്താനായിട്ട് എന്തുകൊണ്ട് കഴിയുന്നു? അത് കൃത്യമായിട്ട് ആ സർക്കാരിൻ്റെ തന്നെ ഒരു പൊതു സാംസ്കാരിക തലമാണ് കാണിച്ചു തരുന്നത്. അതിൻ്റെ തന്നെ മറ്റൊരു പ്രതിഫലനമായിരുന്നു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇത്ര ധൈര്യപൂർവ്വം അഹങ്കാരത്തോടു കൂടി ഇങ്ങനൊരു പരിപാടി നടത്താനായിട്ട് ആ വ്യക്തിക്ക് ധൈര്യം വരുന്നത്. ഇതിൻ്റെ മറുവശം നമ്മൾ നോക്കുക. ഈ അടുത്തിടയ്ക്കുണ്ടായ മേൽശാന്തി സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവാദത്തിലൂടെ ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്
അതിൽ ആ ബ്രാഹ്മണർക്ക് മാത്രം, നമ്പൂതിരിമാർക്ക് മാത്രം അവകാശപ്പെട്ട സ്ഥാനമാണെന്നാണ് വിധിച്ചിരിക്കുന്നത്. ആ കേസിലൊരു കക്ഷിയാരാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആരാണ് നയിക്കുന്നത്? ഈ പറയുന്ന സർക്കാർ നിയോഗിച്ചൊരു വ്യക്തി. അപ്പോൾ ഈ സർക്കാർ നിയോഗിച്ചൊരു വ്യക്തിക്ക് വേണമെങ്കിൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണമെങ്കിൽ അതിന് വ്യത്യസ്തമായ തീരുമാനം എടുത്തുകൂടെ? അല്ല, ഇതൊരു തൊഴിലാണ്, മേൽശാന്തി എന്ന് പറയുന്നത് കൃത്യമായിട്ട് പൈസ വാങ്ങിച്ചിട്ട് തന്നെ പണിയെടുക്കുന്ന ആളവിടെ, നല്ല വരുമാനം കിട്ടുന്ന പണിയാണ്. വലിയ വലിയ ക്ഷേത്രങ്ങളിലെ മേൽശാന്തി പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ വരുമാനമാണ്. അപ്പോൾ അങ്ങനെ ലക്ഷങ്ങളുടെ വരുമാനത്തിൽ കണ്ണു വെച്ചുകൊണ്ട് തന്നെയാണ് അയാൾ അവിടെ പോയിട്ട് പൂജ മറ്റും നടത്തുന്നത്, അല്ലാതെ ദൈവഭക്തി കൊണ്ട് ചെല്ലുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ അതൊരു തൊഴിലാണ്. ആ തൊഴിൽ മറ്റെല്ലാ തൊഴിലുകൾ പോലെ എല്ലാവർക്കും തുല്യ അവസരമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന പൂജാവിധികളൊക്കെ അറിയുന്ന ഏതൊരു വ്യക്തിക്കും അയാളുടെ ജാതി നോക്കാതെ അയാൾക്ക് ആ സ്ഥാനത്തിന് അർഹനാണ് അയാൾ. അത് അങ്ങനെ ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രമായിട്ട്, ഒരു ജാതിക്ക് വേണ്ടി മാത്രമായിട്ട്, അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമായിട്ട് സംവരണം ചെയ്ത് വയ്ക്കാൻ പറ്റില്ല എന്നൊരു നിലപാട് ഈ സർക്കാരിനെടുത്തുകൂടെ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അങ്ങനെ നിർദ്ദേശം കൊടുത്തുകൂടെ? അതിന് അങ്ങനെയല്ല ഉണ്ടായത്. നേരെ മറിച്ച് കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന കാര്യം ആവർത്തിക്കുകയും കോടതിയിൽ അതിനുവേണ്ടി വാദിക്കുകയാണ് അവർ ചെയ്തത്. എന്ന് പറയുമ്പോൾ പണ്ട് തിരുവിതാംകൂർ രാജവംശം, സവർണ രാജവംശം ഡോക്ടർ പൽപ്പുവിനെ പോലുള്ള പിന്നാക്ക ജാതിക്കാർക്ക് തൊഴിൽ നിഷേധിച്ചത് എന്തിൻ്റെ പേരിലായിരുന്നു? പാരമ്പര്യത്തിന് ചേരുന്നതല്ല, അങ്ങനൊരു പിന്നോക്കക്കാരനെ ഡോക്ടറായിട്ട് നിയമിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അല്ല, വേറെ പ്രത്യേകിച്ച് അങ്ങയുടെ വിദ്യാഭ്യാസത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമൊന്നും അല്ല. നല്ല കഴിവുള്ള വ്യക്തിയാണ്, നല്ലോണം പഠിച്ച് പാസ്സായ ആളാണ്. അപ്പോൾ ആ നിലയ്ക്ക് തീർച്ചയായിട്ടും അന്നത്തെ കാലത്താണെങ്കിൽ ഈ പറയുന്ന പരീക്ഷയൊക്കെ പാസ്സായി, മെഡിക്കൽ പരീക്ഷയൊക്കെ പാസ്സായി വരുന്നവർ വളരെ അപൂർവമാണ്. അപ്പോൾ ചികിത്സാരംഗത്ത് ഉപകരിക്കുമെന്ന് കണ്ടുകൊണ്ട് അയാൾക്ക് ജോലി കൊടുക്കുന്നതിന് പകരം തരാൻ പറ്റില്ല എന്നാണ് അവർ കൃത്യമായിട്ട് പറഞ്ഞത്. കാരണം അത് പാരമ്പര്യത്തിന് ലംഘനമാണ്. അപ്പോൾ പാരമ്പര്യത്തിനെ കാത്തുരക്ഷിക്കലായിരുന്നു അന്നത്തെ രാജവംശത്തിൻ്റെ രാജാധിപത്യത്തിൻ്റെ തൊഴിലെങ്കിൽ, പണിയെങ്കിൽ, താല്പര്യമെങ്കിൽ ഇന്ന് അതേപോലെ തന്നെയാണ് പാരമ്പര്യം കാത്തുരക്ഷിക്കുന്നത്. ശബരിമല വിഷയത്തിൽ നമ്മളത് കണ്ടതല്ലോ. കോടതി വിധി ഉണ്ടായിട്ടും പാരമ്പര്യം ലംഘിക്കുന്നു എന്നും പറഞ്ഞിട്ട് സവർണാധിപത്യ ശക്തികൾ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിന് വഴങ്ങുകയല്ലേ ഈ സർക്കാർ ചെയ്തത്? അല്ലെങ്കിൽ കോടതി വിധിയുടെ വെളിച്ചത്തിൽ അതിനെ ധീരമായിട്ട് നേരിടാനായിട്ട് ജനങ്ങളെ അണിനിരത്തുകയാണോ ചെയ്തത്? അല്ല, അതിനെ വഴങ്ങിക്കൊടുക്കുകയും എന്നിട്ട് ആ കീഴടങ്ങിൽ മറച്ചു വയ്ക്കാനായിട്ടൊരു കപടമായിട്ടൊരു നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ശിങ്കിടികളായിട്ട് ആൾക്കാരെ കൂട്ടുപിടിച്ച് വലിയൊരു എന്താ പറയുക, മതിലും മറ്റേ കുറേ സ്ത്രീകളെ കണിനിരത്തിക്കൊണ്ട് നവോത്ഥാനം മതിൽ തീർത്തു, മറ്റു ചെയ്തു, മറിച്ച് ചെയ്തു. അതിൽ ആ കീഴടങ്ങൾ മറച്ചു വയ്ക്കില്ലായിരുന്നു അവർ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആവർത്തനം നമ്മളിവിടെ കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ സവർണ പക്ഷപാതത്തിൽ നിന്ന് വരുന്നൊരു കാര്യമാണത്. ഈ ജാതി സെൻസസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വേറെ കാര്യം, ഇപ്പോൾ സുപ്രീം കോടതിയിൽ സംവരണത്തെ സംബന്ധിച്ചൊരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സംവരണത്തിനകത്തുള്ള ദളിതർക്ക് വേണ്ടിയുള്ള സംവരണത്തിലുള്ള ഉപവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സംവരണം നടത്തുന്നതിനെ കുറിച്ചുള്ള കേസാണത്. പഞ്ചാബ് സർക്കാർ അങ്ങനെ ഒരു അസംബ്ലി അങ്ങനെ ഒരു നിയമം അംഗീകരിച്ചിട്ടുണ്ട്. പഞ്ചാബിലുള്ള ദളിതരിൽ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടി സവിശേഷമായിട്ടുള്ള സംവരണത്തിൻ്റെ അവകാശമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള നിയമമാണത്. അപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നും പറഞ്ഞിട്ടുള്ളതാണ് ചോദ്യം. ഇതിനു മുമ്പൊരിക്കൽ സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ പറ്റില്ല എന്നാണ് വിധിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം തമിഴ്നാട്ടിലത് നടപ്പാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നാക്ക ജാതിക്കാരുടെ കാര്യത്തിൽ പിന്നാക്ക ജാതിക്കാരെ തന്നെ ഇങ്ങനെ വേർതിരിച്ചുകൊണ്ട് അങ്ങേറ്റം പിന്നാക്കമായിട്ട് ജാതികൾ കൊണ്ട് വേറൊരു വിഭാഗമായിട്ട് മാറ്റി സംവരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ശരി, ഇപ്പോൾ പുതുതായിട്ട് ആ വിഷയം സുപ്രീം കോടതിയിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതിലൊരു വിഷയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാതി സംവരണത്തിൻ്റെ സ്വഭാവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദളിതർക്കിടയിലായാലും ശരി, ആദിവാസികൾക്കിടയിലായാലും ശരി, പിന്നാക്ക ജാതിക്കാർക്കിടയിലായാലും ശരി, അനിവാര്യമായിട്ടും അതിൽ ഏതെങ്കിലും ചില ജാതികൾക്കാണ് അതുകൊണ്ട് കൂടുതലും ഗുണമുണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അത് കൂടുതൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഓരോ സംസ്ഥാനത്തിൽ ആ ജാതി ദളിതർക്കിടയിലും ആദിവാസികൾക്കിടയിലും പിന്നാക്ക ജാതികൾക്കിടയിലും ഏതെങ്കിലും ചില ജാതികൾക്കായിരിക്കും അതിന് കൂടുതൽ അവസരം കിട്ടിയിട്ടുണ്ടാവും. ഇതൊരു അനിവാര്യതയാണ്. കാരണം ജാതി എന്ന് പറയുന്നത് ഒരു ശ്രേണിബദ്ധമായിട്ടുള്ള ഒരു അനീതിയുടെ, ഒരു അസമാനതയുടെ ഒരു സമ്പ്രദായമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചരിത്രപരമായിട്ട് വ്യത്യസ്ത ജാതികൾക്ക് സമൂഹത്തിലുണ്ടായിരുന്ന സ്ഥാനം വ്യത്യസ്തമായിരുന്നു. പിന്നാക്ക മർദ്ദിതമായിട്ടുള്ള ജാതികൾക്കിടയിൽ തന്നെ സമ്പദ്ഘടനയിൽ അവരുടെ പങ്കാളിത്തം വ്യത്യസ്തമായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ സാഹചര്യത്തിൽ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ടുള്ളത് സാധ്യതകളും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ സംവരണത്തിൻ്റെ കൂടുതൽ ഗുണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഉപയോഗപ്പെടുത്താനായിട്ട് ചില നിശ്ചിത ജാതികൾക്കായിരിക്കും കഴിയുക, അല്ലെങ്കിൽ നിശ്ചിത ആദിവാസി ഗോത്രങ്ങൾക്കായിരിക്കും കഴിയുക. അത് ആ ജാതി ശ്രേണിയിൽ നിന്ന് അനിവാര്യമായി വരുന്നൊരു കാര്യമാണ്. അതല്ല ആരുടെയെങ്കിലും സ്വാർത്ഥതയുടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ സ്വാർത്ഥതയുടെ മറ്റും പ്രശ്നമല്ല. പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും? അനിവാര്യമായിട്ടും ഈ സവർണ ജാതികൾക്ക് സംവരണം ലഭിക്കുന്ന മർദ്ദിത ജാതികൾക്കിടയിൽ തന്നെ ഒരു വേർതിരിവ് സ്വാഭാവികമായിട്ട് ഉടലെടുക്കും. സംവരണത്തിന് ആനുകൂല്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്ന ജാതികൾക്കിടയിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വിഭാഗം ഉയർന്നു വരും, ഒരു ചെറിയൊരു പെറ്റുഭൂഷ വിഭാഗം ഉയർന്നു വരും. അതേസമയം തന്നെ അതിന് സാധ്യതകൾ കൂടുതലില്ലാതിരുന്ന അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാതിരുന്ന ജാതികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നാക്കാവസ്ഥ ഏറെക്കുറെ അതേപോലെ തുടരുകയും ചെയ്യും. അപ്പോൾ ഈ അന്തരങ്ങളൊക്കെ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾക്കത് വഴിവെക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫലത്തിൽ ഇവിടുത്തെ സവർണാധിപത്യ ശക്തികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ സംഘപരിവാറിൻ്റെ കാര്യം തന്നെ നോക്കുക. ഒരു വശത്ത് അവർ ഈ ജാതി സെൻസസിനെ ശക്തമായിട്ട് എതിർത്തിരുന്നവർ, BJP സർക്കാർ, കേന്ദ്ര സർക്കാർ കഴിയുന്നതിൻ്റെ പരമാവധി എതിർത്തിരുന്നു. ബീഹാറിലെ ഈ ജാതി സെൻസസ് നടപ്പാക്കുന്നതിനെ, സർവേയുടെ പേരിലാണെങ്കിൽ നടപ്പാക്കുന്നതിനെ തടയാനായിട്ട് സുപ്രീം കോടതിയിലുള്ള കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് അതിനെതിരായിട്ട് വാദിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. അപ്പോൾ ഒരു വശത്ത് അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ തന്നെ മറുവശത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവരെന്താ ചെയ്തത്? ഞാൻ ഈ നേരത്തെ പറഞ്ഞതിൻ്റെ അന്തരങ്ങൾ, വൈരുദ്ധ്യങ്ങൾ ഉപയോഗപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. ബീഹാറിലായാലും കൊള്ളാം, UP കൊള്ളാം, മറ്റ് സംസ്ഥാനങ്ങളിലായാലും കൊള്ളാം, സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ വേണ്ടത്ര ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോയിട്ടുള്ള ജാതികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവർ അതിനെക്കുള്ള നേട്ടങ്ങൾ കിട്ടിയിരിക്കുന്ന ജാതി വിഭാഗങ്ങൾക്കെതിരെ അവർ അണിനിരത്തിക്കൊണ്ട് അവരുടെ വോട്ട് സഖ്യം വിപുലപ്പെടുത്തുന്നൊരു അടവാണ് ബീഹാറിലും UP ഒക്കെ തന്നെ BJP ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ ഈ അന്തരങ്ങൾ തിരിച്ചറിയുകയും അതിനെ മറികടക്കാനായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള നയപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതും ഒന്ന് ഈ പറയുന്ന ഹിന്ദുത്വ ബ്രാഹ്മണ്യ ഫാസിസ്റ്റ് ശക്തികളെ നേരിടുന്നതിൻ്റെ ഒരു ആവശ്യമാണ്. മറുവശത്ത് നീതിയുടെ പക്ഷത്ത് നോക്കുമ്പോഴും അത് ആവശ്യമാണ്. അപ്പോൾ അതെങ്ങനെ കഴിയും എന്നത് കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഏതായാലും അതിന് അവഗണിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതിൽ കൃത്യമായിട്ട് നയപരമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അതേപോലെ തന്നെയുള്ള പ്രശ്നമാണ് ഈ സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നേടി കൂടുതൽ തൊഴിലവസരങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കിടയിൽ അവരൊരു വർഗമായിട്ട് ഉരുത്തിരിഞ്ഞ് വരുന്നതിൻ്റെ പ്രശ്നങ്ങൾ. അതൊരു സ്വാഭാവികതയാണ്. ഉദാഹരണത്തിന് സർക്കാർ ജോലി ലഭിക്കുന്നു. സർക്കാർ ജോലി ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതത്തിൻ്റെ സാമ്പത്തിക നിലയിലും സാമൂഹിക നിലയിലും വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അവിടെ ഒരു സ്ഥിര വരുമാനം വരുന്നു. അപ്പോൾ കുട്ടികളെ കുറേ കൂടി നല്ല സ്കൂളുകളിൽ പഠിപ്പിക്കാൻ കഴിയുന്നു, വീട് കുറച്ചും കൂടി നല്ല രീതിയിൽ പണിയാൻ കഴിയുന്നു. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് കാലക്രമത്തിൽ ആ വിഭാഗം ഒരു പെറ്റുഭൂഷ വിഭാഗമായിട്ട് മാറും. വളരെ അപൂർവ ആൾക്കാർ മാത്രമാണ് അതിലൂടെ സമ്പന്നരായിട്ട് ചൂഷകരൊക്കെ ആയിട്ട് മാറാൻ കഴിയാറുള്ളൂ. കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ വളരെ അപൂർവമാണത്. നേരെ മറിച്ച് നല്ലൊരു ശതമാനം പെറ്റുഭൂഷാസി വിഭാഗത്തിലേക്ക്, മധ്യവർഗത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോഴും അവർ ജാതീയമായിട്ട് വിവേചനങ്ങൾ പലതും നേരിടുന്നുണ്ടെങ്കിലും സാമ്പത്തികമായി അവരുടെ നില മാറുന്നുണ്ട്. അത് മാത്രമല്ല, അടുത്ത തലമുറ, അവരുടെ കുട്ടികളായിരിക്കും കൂടുതലും ഈ സംവരണത്തിൻ്റെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുക. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ സർവകലാശാലകളിലും മറ്റൊക്കെയുള്ള ഉന്നത വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന ദളിത്, ആദിവാസി, അതോ പിന്നോക്ക ജാതി വിഭാഗങ്ങളിൽപ്പെടുന്ന കുട്ടികളുടെ ഒരു വർഗ പശ്ചാത്തലം പരിശോധിച്ച് കഴിഞ്ഞാൽ അവരിൽ ഭൂരിപക്ഷം ആൾക്കാരും സാമ്പത്തികമായിട്ട് അല്പം മെച്ചപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന വിഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ്. അവരുടെ ഇതിനു മുമ്പുള്ള തലമുറ തീരെ ദരിദ്രരായിട്ടുള്ള കാർഷിക പണിക്കാരോ കൂലിവേലപ്പണി ആൾക്കാരോ അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും കായികാധ്വാനത്തിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആൾക്കാരുടെ മക്കളായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ അതല്ല. ഒരു നല്ലൊരു ശതമാനം ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ മക്കളാണ്. അത് സ്വാഭാവികമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിലയിലെത്തുന്നതോടുകൂടിയാണ് ഇതിലൂടെയുള്ള അവസരങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ തിരിച്ചറിവ് ഉണ്ടാവുക. അതെങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും, അതിന് വേണ്ട വൈദഗ്ധ്യം എന്താണ്, അതിന് വേണ്ട പരിശീലനം എന്താണ് എന്ന് മനസ്സിലാക്കാനും അതൊക്കെ ചെയ്യാനും കൂടുതൽ സാധ്യതയുള്ള ആ വിഭാഗത്തിന് തന്നെയാണ്. സാമ്പത്തികമായിട്ട് കുറേ കൂടി മെച്ചപ്പെട്ട വിഭാഗത്തിന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസരങ്ങൾ കൂടുതൽ അവരായിരിക്കും കൈകാര്യം ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. ഞാൻ നേരത്തെ മറ്റേ ജാതിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ
ഇവിടെയും ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തികളുടെ സ്വാർത്ഥതയുടെ പ്രശ്നമൊന്നും അല്ലാതെ ഈ ജാതിക്രമം നിലനിൽക്കുന്നത് കൊണ്ട് അനിവാര്യമായിട്ട് വരുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ വർഗപരമായിട്ടുള്ള വേർതിരികളോടെ നിലനിൽക്കുന്നതുകൊണ്ട് അനിവാര്യമായിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറം മറ്റൊന്നുമില്ല അതിന്. പക്ഷേ ഈ അന്തരം തീർച്ചയായിട്ടും ചില വൈരുദ്ധ്യങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും കാലക്രമത്തിൽ ഈ വിഭാഗങ്ങളിൽ ദളിതരായാലും മറ്റുള്ള ആദിവാസികളായാലും പിന്നോക്ക ജാതിക്കാരായാലും ശരി, അവരിൽ ഏറ്റവും അടിത്തട്ടിലുള്ള വിഭാഗങ്ങൾ ഒരു പരിധിക്ക് അപ്പുറം ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തൊരു നിലയിലേക്ക് എത്തിച്ചേരും. കാരണം അത് മുഴുവനും മറ്റുള്ള വിഭാഗങ്ങളായിരിക്കും കൈയടക്കിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെയും ആ പ്രശ്നവും അഭിസംബോധന ചെയ്യേണ്ട ആവശ്യം തന്നെയാണ്. അതിൽ മർദ്ദിത ജാതികളുടെ അവർ തന്നെ അവർക്കിടയിലുള്ള സംഘടനകളും നേതൃത്വങ്ങളും തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്. കാരണം അത് അവർക്കിടയിലുള്ള പ്രശ്നം തന്നെയാണ്. ആ നിലയ്ക്ക് തന്നെ അതിനെ അഭിസംബോധന ചെയ്ത് അതിന് ശരിയായ നയങ്ങൾ ആവിഷ്കരിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഈ അന്തരത്തിനെ വീണ്ടും എങ്ങനെയാണ് സവർണാധിപത്യ ശക്തികൾ ഉപയോഗപ്പെടുത്തുന്നത് നോക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സുപ്രീം കോടതി കേസിൽ ഈ വിഷയം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കേസിൽ എൻ്റെ ജഡ്ജിമാർക്കിടയിലുള്ള ഒരാൾ പറഞ്ഞൊരു അഭിപ്രായമുണ്ട്. അതായത് സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടി സാമൂഹ്യ നിലയും സാമ്പത്തിക നിലയും മെച്ചപ്പെടുത്തിയിരിക്കുന്ന ജാതികളെ സംവരണ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കണം. അതാണ് അയാൾ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം. ഇതൊരു അഭിപ്രായ പ്രകടനമാണ്, വിധിയിൽ വന്നിട്ടൊന്നുമില്ല അത്. പക്ഷേ ആ യഥാർത്ഥത്തിൽ എന്താണ് കാണിക്കുന്നത്? പ്രത്യക്ഷത്തിൽ അത് ആ മൊത്തം മർദ്ദിത ജാതികൾക്കിടയിലുള്ള ദരിദ്ര വിഭാഗങ്ങളോട് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള അവസരങ്ങൾ കിട്ടാത്ത വിഭാഗങ്ങളോടുള്ള ഒരു താല്പര്യമായിട്ട്, അല്ല അവരുടെ കാര്യങ്ങൾ രക്ഷപ്പെടുത്താൻ സംരക്ഷിക്കാനായിട്ടുള്ള താല്പര്യമായിട്ടാണ് പ്രത്യക്ഷത്തിൽ കാണുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അതല്ല, ഒരു സവർണ താല്പര്യമാണ് അതിൽ വരുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ബീഹാറിൻ്റെ കണക്കെടുത്ത് നോക്കുക. ആ കണക്കിൽ ദളിതർക്കിടയിൽ 1.5% സർക്കാർ ജോലി ഉണ്ടായിരുന്നത്. അതേസമയം തന്നെ ദളിതരുടെ ജനസംഖ്യ എത്രയായിരുന്നു അവിടെ? 19.65. എന്ന് വെച്ചാൽ ഏതാണ്ട് 20% ജനസംഖ്യയിൽ ഏതാണ്ട് 20% വരുന്ന ദളിതർക്കിടയിൽ 1.5%-നാണ് ഈ പറയുന്ന സർക്കാർ ജോലിയുടെ ആനുകൂല്യം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബാക്കി വരുന്നവരോ? അവരിപ്പോഴും ഈ പറയുന്ന സ്ഥിര ജോലിയൊന്നുമില്ലാതെ കൂലിപ്പണിയും മറ്റ് പലതരത്തിലുള്ള കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഈ പറയുന്ന 1.5% ജോലി കിട്ടിയിരിക്കുന്ന 1.5% ദളിതർക്കിടയിൽ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിക്കാണ് അതിൽ ഭൂരിപക്ഷം കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ പറയുന്ന സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ ന്യായം വെച്ച് നോക്കുമ്പോൾ ആ ജാതി അങ്ങനെ തന്നെ സംവരണ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ, ബഹുഭൂരിപക്ഷം വരുന്ന ആ ജാതിയിൽ ഒരു തൊഴിലും കിട്ടാതെ പരമ്പരാഗതമായിട്ടുള്ള കൂലിവേലയും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷവും സംവരണത്തിൻ്റെ സകല ആനുകൂല്യങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അവരങ്ങനെ പുറന്തള്ളപ്പെടുമ്പോൾ ആ ഒഴിവ് ആർക്കാണ് അതിൻ്റെ ലാഭം കിട്ടാൻ പോകുന്നത്? യാതൊരു സംശയവും വേണ്ട, ഈ ജനറൽ കാറ്റഗറി എന്ന് പറയുന്ന സവർണർക്കായിരിക്കും അതിൻ്റെ ആനുകൂല്യം കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞ വിഷയം, അതായത് ഇതിൽ സംവരണത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ജാതീയമായിട്ടുള്ള വിവേചനങ്ങളും സംവരണത്തിൻ്റെ ഫലമായിട്ട് പൊതുവെ നിൽക്കുന്ന ജാതി വിവേചനമുണ്ട്. ഞാൻ പറഞ്ഞ സംവരണത്തിൻ്റെ ഈ ജാതി വിവേചനത്തിൻ്റെ ഭാഗമായിട്ട് അനിവാര്യമായിട്ടും വരുന്ന ഒന്നാണ് സംവരണത്തിനുള്ളിലും വരുന്ന വിവേചനം. അതിന് ജാതീയമായ തലമുണ്ട്, വർഗപരമായ തലമുണ്ട്. ഇതിനെ രണ്ടിനെയും ഇവിടുത്തെ സവർണാധിപത്യ ശക്തികൾ വളരെ ബോധപൂർവ്വം ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതാണ് ഈ സുപ്രീം കോടതി ജഡ്ജിയുടെ അഭിപ്രായ പ്രകടനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിനെ കൃത്യമായിട്ടും അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. അതിനെ മറികടക്കാനായിട്ടുള്ള നയങ്ങൾ ആവിഷ്കരിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ, സമൃദ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വയ്ക്കേണ്ടതുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഈ സവർണാധിപത്യ ശക്തികൾക്കിടെ, ഹിന്ദുത്വ ബ്രാഹ്മണ്യ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയുള്ള മർദ്ദിതരുടെ ഐക്യത്തിനെ ഉറപ്പിക്കേണ്ടത് ആവശ്യമുണ്ട്. കാരണം അതല്ലെങ്കിൽ ഈ ഐക്യത്തിനെ ശിഥിലീകരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. അതിൻ്റെ ചില ലക്ഷണങ്ങൾ ഇവിടുത്തെ കേരളത്തിൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടക്കാലത്ത് വന്ന ചില ചർച്ചകളിലൊക്കെ തന്നെ പ്രകടമാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സംവരണമെന്ന് പറയുന്നത് സമൂഹത്തിലെ സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം മൗലികമായിട്ട് ജനാധിപത്യ അവകാശമാണ്. ആ നിലയ്ക്കാണ് സംവരണത്തിന് വേണ്ടി വാദിച്ചിരിക്കുന്ന എല്ലാ ശക്തികളും എക്കാലവും ഇതിനെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഡോക്ടർ അംബേദ്കർ ആയാലും കൊള്ളാം, കേരളത്തിലെ സഹോദരൻ അയ്യപ്പനായാലും കൊള്ളാം, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഇ വി രാമസ്വാമി ആയാലും കൊള്ളാം,
എല്ലാവരും പെരിയാറായാലും എല്ലാവരും ആ നിലപാടിൽ നിന്നിട്ടാണ് വിഷയത്തെ സമീപിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് സവർണാധിപത്യ ശക്തികൾ സംവരണം വകവെച്ച് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ തന്നെയും അങ്ങനെ ഒരു അവകാശം എന്നുള്ള നിലയ്ക്ക് അതിനെ സംബന്ധിച്ച് കൊടുക്കുന്നതിന് പകരം ഇപ്പോൾ ഗാന്ധിയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് സവർണരുടെ പ്രായശ്ചിത്തമായിട്ടാണ് അവതരിപ്പിക്കാൻ നോക്കിയത്. മറ്റു ചില ആൾക്കാർ സവർണരുടെ താൽക്കാലികമായിട്ടൊരു ഔദാര്യമായിട്ട് കുറേ ദരിദ്രർ കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അപ്പോൾ അവരൊന്നും സഹായിക്കേണ്ട നമ്മുടെ ബാധ്യതയാണല്ലോ എന്നുള്ള മട്ടിൽ, അല്ലാതൊരു സാമൂഹ്യമായ ജനാധിപത്യ അവകാശമായിട്ട് ജാതി നശീകരണമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊന്നുമല്ല അവർ ഇതിനെ വിഷയത്തെ കണ്ടിരുന്നത്. അപ്പോൾ ഈ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് ജാതി സംവരണത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ഞാൻ ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ സമീപിക്കേണ്ടത്, പരിശോധിക്കേണ്ടത്. കാരണം അത് ജാതിക്രമത്തിൻ്റെ തന്നെ അനിവാര്യതയാണത്. അസമാനമായിട്ടുള്ള ശ്രേണീബദ്ധമായിട്ടുള്ള അസമാനത ആണ് ജാതിയുടെ ഒരു പ്രധാന സവിശേഷത. അതിൻ്റെ തന്നെ അനിവാര്യ ഫലമാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ അന്തരങ്ങളൊക്കെ തന്നെ. അതുപോലെ തന്നെ വർഗ്ഗവിഭജന സമൂഹത്തിൽ വർഗ്ഗങ്ങൾ തമ്മിലുള്ള അന്തരങ്ങളുണ്ട്, സ്വാഭാവികമായിട്ട് അതുണ്ടാക്കുന്ന വൈരുദ്ധ്യങ്ങളുമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് അതിനെ മനസ്സിലാക്കിക്കൊണ്ട്, ആ രീതിയിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആണ് ജനാധിപത്യ ശക്തികൾ ഇക്കാര്യത്തിൽ സമീപനവും നയവും എടുക്കേണ്ടത്. അപ്പോഴങ്ങനെ സമീപിക്കുമ്പോൾ മാത്രമാണ് ഈ ജാതി സർവേ എന്ന് പറയുന്നത്, ജാതി സെൻസസ് ജാതി സർവേയുടെ രൂപത്തിൽ നടപ്പാക്കിയാലും ശരി, കൃത്യമായിട്ടും വെറും കണക്കെടുപ്പ് മാത്രമല്ല, മറിച്ച് ഈ ജാതികളുടെയൊക്കെ തന്നെ സാമ്പത്തിക നില, സാമൂഹ്യ നില, അവരുടെ ആസ്തികൾ, തൊഴിലവസരങ്ങൾ, വിദ്യാഭ്യാസ അവസരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ടുള്ള വസ്തുതാ ശേഖരണത്തിലൂടെ യഥാർത്ഥ സമൂഹത്തിൽ നിൽക്കുന്ന യഥാർത്ഥ ചിത്രത്തിന് പുറത്ത് കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിന് ജനാധിപത്യവൽക്കരണത്തിൻ്റെ ഒരു ഉപകാരപ്രദമായൊരു അറിവായിരിക്കുക. കാരണം അത് കൃത്യമായിട്ടും ഈ സവർണാധിപത്യ ശക്തികളുടെ പല നുണകളെയും അത് തുറന്നു കാട്ടും. അപ്പോൾ ഒരു വശത്ത് അങ്ങനെ ഈ നിൽക്കുന്ന സവർണാധിപത്യത്തിൻ്റെ ഫലമായിട്ട് നിൽക്കുന്ന സാമൂഹ്യ അനീതികളും മറ്റൊക്കെ തുറന്നു കാട്ടുന്നതോടൊപ്പം തന്നെ മറുവശത്ത് ആത്യന്തികമായി ജാതി നശീകരണം, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന വിപ്ലവകരമായ സാമൂഹ്യ മാറ്റം തന്നെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം എന്നുള്ള കാര്യം കുറേ കൂടി വ്യക്തതയോടുകൂടി ശക്തിയോടുകൂടി ഉന്നയിക്കാനായിട്ട് അത് വിപ്ലവ ശക്തികൾക്ക് ജനാധിപത്യ ശക്തികൾക്ക് ഉപകരിക്കുകയും ചെയ്യും. അപ്പോൾ ആ നിലയ്ക്ക് തന്നെയാണ് അത്തരത്തിലൊരു വിപ്ലവകരമായ സാമൂഹ്യ മാറ്റവും ജാതി നശീകരണത്തിൻ്റെ ആ പ്രക്രിയയിലൂടെ മാത്രമാണ് ഇവിടുത്തെ മർദ്ദിതരായിട്ടുള്ള ജാതികൾക്കും മറ്റൊക്കെ തന്നെ രാഷ്ട്രീയ അധികാരത്തിൽ യഥാർത്ഥത്തിൽ പങ്കാളിത്തം നേടിയെടുക്കാൻ കഴിയുകയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കോണിൽ നിന്ന് വേണം ഈ വിഷയത്തെ സമീപിക്കേണ്ടത്, ആ കോണിൽ നിന്ന് വേണം അതിനുവേണ്ടി വാദിക്കേണ്ടത് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ വന്യജീവി ആക്രമണങ്ങളും ആൾക്കാർ കൊല്ലപ്പെടുന്ന വിഷയത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്. നിത്യേന എന്നോണം റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ആന ആളെ ചവിട്ടിക്കൊന്നു, വേറൊരിടത്ത് കരടി കൊന്നു, പുലി കടിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സംഭവങ്ങൾ വരുമ്പോഴും ജനങ്ങൾ രോഷാകുലരായിട്ട് തെരുവിലിറങ്ങും, സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കും, തൽക്കാലം വിഷയം അവിടെ നിൽക്കും. പിന്നെ കുറേ ഫോറസ്റ്റ് ജീവനക്കാർ ഈ വന്യജീവിയെ കണ്ടുപിടിക്കാനും പിടിക്കാനും കെട്ടാനും മയക്കാനും എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ടാവും. പക്ഷെ സംഭവം ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം പ്രകടമാകുന്നത് സർക്കാരിൻ്റെ പക്ഷപാതപരമായിട്ടുള്ള വളരെ കൃത്യമായിട്ട് സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടും മറ്റും കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് നമുക്കിവിടെ തുടർച്ചയായിട്ട് കാണാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം നോക്കുക. വയനാട്ടിൽ ഒരു ഇടത്ത് സംഭവം ഉണ്ടായപ്പോൾ ലക്ഷങ്ങളായിരുന്നു പ്രഖ്യാപിച്ചത്. അതേ വയനാട്ടിൽ വേറെ സ്ഥലത്ത് ഉണ്ടായപ്പോഴോ അത്രയ്ക്കൊന്നും സംഖ്യയില്ല. കുറേ ആൾക്കാർ തെരുവിലിറങ്ങി പ്രക്ഷോഭവും പരിഗണനകൾ വന്നപ്പോഴാണ് സംഖ്യ കൂടിയത്. ഇന്നലെയോ മിനിഞ്ഞാന്നോ മറ്റോ മൂന്നാറിൽ ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്കും വളരെ ചെറിയൊരു തുകയാണ് ആദ്യം നഷ്ടപരിഹാരം എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചത്. വീണ്ടും ജനങ്ങൾ തെരുവിലിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും സംഖ്യ കൂടി. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ഈ കാര്യത്തിൽ സർക്കാരിനൊരു സ്ഥിരതയുള്ളൊരു നയമില്ല എന്നാണ് അത് കാണിക്കുന്നത്. മറിച്ച് സാഹചര്യം, സന്ദർഭം, ആരാണ് മരിച്ചിരിക്കുന്നത്, അവരുടെ സാമൂഹ്യ ബന്ധങ്ങളെന്ത്, സാമൂഹ്യ സ്ഥാനം എന്ത്, അതിൻ്റെ വോട്ടിൻ്റെ സാധ്യതകൾ എത്രയുണ്ട് എന്നീ വിഷയങ്ങളൊക്കെ നോക്കിയിട്ടാണ് നഷ്ടപരിഹാരം പറയുന്നത്. ഇത് ഒരു വശം നടക്കുമ്പോൾ തന്നെ വയനാട്ടിൽ നിന്ന് എല്ലാ വർഷവും ചുരുങ്ങിയ പക്ഷം ഒരു 10-20 ആദിവാസി യുവാക്കളും യുവതികളും കൊടകിൽ പണിക്ക് പോയിട്ട് കൊല്ലപ്പെടുന്നുണ്ട്. എല്ലാ മാസവും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കുറേയധികം വിവരങ്ങൾ പുതുതായിട്ട് പത്രങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു വിഭാഗം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആൾക്കാർ ആ വിഷയത്തിൽ
തുനിഞ്ഞിറങ്ങി അന്വേഷണം മറ്റും നടത്താൻ തുടങ്ങിയതോടുകൂടി കുറേ വാർത്തകളൊക്കെ പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നേ വരെ അതൊരു മുഖ്യ പ്രശ്നമായിട്ട് ഏറ്റെടുക്കാനായിട്ട്, ഗൗരവപൂർവ്വ പ്രശ്നമായിട്ട് തങ്ങളുടെ സംസ്ഥാനത്തു നിന്നുള്ള ജനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത തങ്ങൾക്കുണ്ട് എന്നൊരു നിലപാടെടുത്തുകൊണ്ട് ഇടപെടാനായിട്ട് ഇവിടുത്തെ സർക്കാർ തയ്യാറായിട്ടില്ല. ചില മുട്ടുശാന്തികളൊക്കെ വയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവിടെയും വീണ്ടും പക്ഷപാതപരമായിട്ടുള്ളൊരു ഇടപെടലാണ് നമ്മൾ കാണുന്നത്. കാരണം ആദിവാസികളെന്ന് പറയുന്നത് കേരളത്തിലെ ജനസംഖ്യകളിൽ വളരെ നാമമാത്രമായൊരു വിഭാഗമാണ്. അപ്പോൾ അവരുടെ വോട്ടുകൾ കിട്ടിയില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനെ മുൻനിർത്തിക്കൊണ്ട് മാത്രം ഈ വിഷയത്തെ സമീപിക്കുന്ന ഒരു വൃത്തികേടാണ് നമ്മൾ ഒരു വശത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. മറുവശത്തുള്ള പ്രശ്നം കേന്ദ്രവും സംസ്ഥാനവും അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് ഇതിന് ഉത്തരവാദി, ആരാണ് ഇതിൽ ഇടപെടേണ്ടതെന്ന് പറഞ്ഞിട്ട് തർക്കിക്കുന്ന കാര്യം നമ്മൾ കാണുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കേന്ദ്രമന്ത്രി ചാടിക്കറിയോട് വന്നിട്ടുണ്ടായിരുന്നു. പത്രസമ്മേളനമൊക്കെ നടത്തിപ്പോയി. അത് സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത്, അതിന് കാശൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ. മാത്രമല്ല നിലവിലുള്ള നിയമപ്രകാരം ഇത്തരത്തിലുള്ള അക്രമാസക്തമായിട്ടുള്ള വന്യജീവികളെ കൊല്ലാനായിട്ടുള്ള അധികാരം ഉണ്ട്, അത് നടപ്പാക്കേണ്ട കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. പക്ഷേ എന്താണ് അതിൻ്റെ വാസ്തവം? ശരിയാണ്, ആ നിയമത്തിൽ ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ മനുഷ്യജീവനോ അല്ലെങ്കിൽ സ്വത്തിനോ, കൃഷിക്കോ മറ്റൊക്കെ തന്നെ അപകടമാകുന്ന ഏതെങ്കിലും വന്യജീവിയെ ഉണ്ടെങ്കിൽ ആ വന്യജീവിയെ വേട്ടയാടാനും അതിനെ ഇല്ലാതാക്കാനുമായിട്ടുള്ള അവകാശം ഈ നിയമത്തിലുണ്ട്. അതേപോലെ തന്നെ സ്വരക്ഷയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു വന്യജീവിയെ കൊല്ലുന്നത് തെറ്റല്ല എന്ന് നിയമം തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും മറുവശത്ത് ഇങ്ങനെ ഉത്തരവിറക്കണമെങ്കിൽ അത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഉത്തരവിറക്കേണ്ടത്. അങ്ങനെ ഉത്തരവിറക്കണമെങ്കിൽ ആ വന്യജീവിയെ മയക്കുവെടി വെച്ച് നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഉത്തരവിറക്കാൻ പറ്റുള്ളൂ. എന്ന് പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മയക്കുവെടി വയ്ക്കാനാണ് നോക്കേണ്ടത്. അത് കഴിയില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് വരുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ നേരെ ഉണ്ടാക്കുന്ന ആക്രമണത്തിൻ്റെ സാഹചര്യത്തിൽ എന്താണെന്നതിന് പ്രസക്തിയൊന്നും മനസ്സിലാവുന്നില്ല. ഏതായാലും ആ നിയമം വ്യക്തമായിട്ടുള്ളൊരു നിലപാടല്ല മുന്നോട്ട് വയ്ക്കുന്നത്, അവ്യക്തമായൊരു നിലപാട് തന്നെയാണ് വയ്ക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും ആ നിയമത്തിൻ്റെ നിലപാടുകളിൽ നിന്നുകൊണ്ട് ഒരു ഇടപെടലിലേക്ക് എന്തുകൊണ്ട് കേരള സർക്കാർ നീങ്ങുന്നില്ല? ആവർത്തിച്ച് മനുഷ്യരെ ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ചില ആനകളിവിടെ കൃത്യമായിട്ട് പേരൊക്കെ ഇട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ചില ആനകളെ ഇങ്ങനെയുള്ള ആനകളായിട്ട് പ്രഖ്യാപിക്കണമെന്നൊരു നിലപാട് എന്തുകൊണ്ട് കേരള സർക്കാരിന് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല ഇതേ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ? അപ്പോൾ വളരെ വ്യക്തമായിട്ടും മറ്റു ചില താല്പര്യങ്ങളാണ് അവിടെ പങ്കുവയ്ക്കുന്നത്. കാരണം ഇതിനെ ഒരു ശാശ്വതമായൊരു പരിഹാരം അവർക്ക് കാണാൻ കഴിയണമെങ്കിൽ വളരെ വ്യക്തമായിട്ടും ഇത് വന്യജീവികളെ, ചില വിഭാഗത്തിൽപ്പെടുന്ന വന്യജീവികളെ നശിപ്പിക്കേണ്ട ആവശ്യം തന്നെയുണ്ട്. പരിസ്ഥിതിവാദികളായിട്ടുള്ള മാധവ് ഗാഡ്ഗിലിനെ പോലെ ആൾക്കാർ പോലും അതിപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് തന്നെയാണ് നിർണായകമായ കാര്യം. അത് വന്യജീവികളുടെ കാര്യത്തിൽ മാത്രമല്ല, ദേശീയ പക്ഷി എന്ന് പ്രഖ്യാപിക്കുന്ന മയിലിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം മയിലിൻ്റെ ശല്യം കാരണം പാലക്കാട് പോലുള്ള തൃശ്ശൂരിൻ്റെയും ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നൊരവസ്ഥയുണ്ട്. വസ്തുതയാണത്. അപ്പോൾ അത് ദേശീയ പക്ഷി ആയതുകൊണ്ട് കൃഷി നശിച്ചോട്ടെ എന്ന് പറയണമെന്ന്, പിന്നെ അതിനുള്ള നഷ്ടപരിഹാരം ദേശീയ അധികാരികൾ കൊടുക്കണം. കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ ആരായാലും ശരി, ദേശീയ പക്ഷിയെ സംരക്ഷിക്കാനതിൻ്റെ പേരിൽ കൃഷി നശിച്ചോട്ടെ എന്നാണ് നിലപാടെങ്കിൽ ആ കൃഷി നശിച്ചവരുടെ ഉപജീവനത്തിന് പകരമായിട്ട് മറ്റെന്തെങ്കിലും മാർഗ്ഗങ്ങൾ കണ്ടെത്തി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഈ പറയുന്ന ജീവികളെ സംരക്ഷിക്കണം എന്നൊക്കെ പറയുന്നത് തീർത്തും അസംബന്ധമാണ്, മനുഷ്യവിരുദ്ധമായൊരു കാര്യമാണ്. അതിന് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ ജനങ്ങൾ ബാധ്യസ്ഥരല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, ഈ കാര്യത്തിൽ അടിസ്ഥാനപരമായ സമീപനം എന്ന് പറയുന്നത് സ്വന്തം ജീവനും നിലനിൽപ്പും സംരക്ഷിക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഖണ്ഡിതമായിട്ടൊരു നിലപാടായിട്ട് അത് മുന്നോട്ട് വയ്ക്കേണ്ടതുണ്ട്. അതിനെ കേന്ദ്രീകരിച്ചായിരിക്കണം ഈ വിഷയത്തോട് പ്രതികരിക്കേണ്ടത്. അതിൻ്റെ മുൻനിർത്തിയിട്ട് മാത്രമാണ് ആ വിഷയത്തെ പ്രതികരിക്കേണ്ടത്. നഷ്ടപരിഹാരവും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് വരുന്നൊരു കാര്യമാണ്. കാരണം ഇതിൽ പല ജീവികളെ സംബന്ധിച്ചിടത്തോളം അവരെ എങ്ങനെയെങ്കിലും മയക്കുവെടി വെച്ചിട്ട് മറ്റെവിടെയെങ്കിലും കൊണ്ട് വിട്ടത് കൊണ്ട് പ്രശ്നം തീരുന്നില്ല, അവർ മടങ്ങി വരുന്നുണ്ട്. ചില ജീവികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാട്ടുപന്നി, അതുപോലെ മയിൽ, അങ്ങനെയുള്ള പല പല ജീവികളെ സംബന്ധിച്ചിടത്തോളം അപ്രായോഗികമാണ്. കാരണം എണ്ണം അത്രയധികം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ എണ്ണം കുറയ്ക്കുന്ന രീതിയിലുള്ള നടപടികൾ, വേട്ടയാടി അവരെ നശിപ്പിച്ച് കളയുന്ന നടപടികൾ എടുക്കാനായിട്ട് സർക്കാരുകൾ സന്നദ്ധമാകണം. ആ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരിക്കണം ജനങ്ങൾ മുന്നോട്ട് വരേണ്ടത്. ഒന്ന്.
രണ്ടാമത് ഈ നിയമത്തിൽ പറയുന്ന സ്വന്തം രക്ഷ നടത്താനായിട്ടുള്ള അവകാശം പ്രയോഗിക്കാൻ ജനങ്ങൾ സന്നദ്ധമായിട്ട് മുന്നോട്ട് വരണം. ആക്രമിക്കാൻ വരുന്ന പണ്ടേയുള്ള ചൊല്ലുണ്ടല്ലോ, വെട്ടുപോത്ത് ആക്രമിക്കാൻ വരുമ്പോൾ വേദം ഓതിയിട്ട് കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ആക്രമിക്കാൻ വരുമ്പോൾ അവിടെ മയക്കുവെടി വയ്ക്കാനല്ല നിൽക്കേണ്ടത്, അതിനെ നശിപ്പിക്കാൻ തന്നെയാണ് നോക്കേണ്ടത്. യാതൊരു അബദ്ധവുമില്ല, തെറ്റുമില്ല അതിൽ. അപ്പോൾ അങ്ങനെ ഒരു ഖണ്ഡിതമായ നിലപാടെടുക്കാനായിട്ട് നമ്മൾ സന്നദ്ധമാകണം. അത് ജനങ്ങൾ ഏറ്റെടുക്കണം, മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് കാര്യത്തിൽ പറയാറുള്ളത്. ഇത്രയാണ് ഇന്ന് പറയുന്ന വിഷയങ്ങൾ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ കുറിച്ചിടാവുന്നതാണ്. അവർക്ക് തൽക്കാലം നിർത്തുന്ന അഭിവാദ്യങ്ങൾ.